ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കുഞ്ഞ് സൺഡേ വ്ളോഗാണ് കേട്ടോ. ആ കൂടെ തന്നെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ വീടിൻ്റെ പുറത്തുകൂടിയൊക്കെ ജസ്റ്റ് ഇറങ്ങി നടന്നതാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ സമയത്ത് മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വന്നപ്പോൾ രാത്രി ആയതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ജസ്റ്റ് മുറ്റത്തോടെയൊക്കെ ഇറങ്ങി നടന്നതാണ് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ അമ്മ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാര്യമായ പണിയും ടെൻഷൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചായയൊക്കെ ആയിട്ട് മുമ്പിൽ വന്നിരുന്ന മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് പയ്യെ കുറച്ചൊരൊക്കെ അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ. പിന്നെ ഞായറാഴ്ചയോടെ നമുക്ക് പള്ളിയിൽ പോകണം. അപ്പോൾ പള്ളിയിൽ പോകാൻ റെഡിയാവാനുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാനുണ്ട്. നമ്മൾ കറിയൊക്കെ ഏകദേശം അമ്മ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ദോശമാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പയ്യെ പള്ളിയിൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ മാവ് നല്ലോണം പൊളിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അത് ദോശ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദോശയ്ക്ക് നമുക്ക് അത് സാമ്പാറായിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദോശയൊക്കെ ചുട്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ദോശയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ദോശയും സാമ്പാറും ബീഫും ആയിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇന്ന് പള്ളിയിൽ പോകാൻ കുഞ്ഞും ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അതായത് ഫസ്റ്റ് യൂസ് ചെയ്തതും പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് ഞാനിപ്പോൾ കുറച്ചായിട്ട് യൂസ് ചെയ്യുന്നൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അധികമൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് പേരിന് ലൈറ്റായിട്ട് ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മൾ കണ്ണൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ലാക്മേൻ്റെ ഐ സ്റ്റിക്കും കൂടെ ജസ്റ്റ് കണ്ണൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിൽ കൂടെ നമ്മുടെ കണ്ണിൻ്റെ മേളിൽ കൂടെ ഡാസിലറിൻ്റെ നമ്മുടെ സാധാ ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ ജസ്റ്റ് ഒന്ന് കണ്ണ് മേളിൽ കൂടി ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ജസ്റ്റ് ഒരു പൊട്ട് ഇതായതുകൊണ്ട് നമുക്ക് ആകെ ഉണ്ടായിരുന്ന മേക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ജസ്റ്റ് ഹെയർ ഒന്ന് പോണിറ്റെയിൽ കിട്ടിയിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് പള്ളിയിൽ പോകുന്നതുകൊണ്ട് ജസ്റ്റ് പെട്ടെന്ന് ഒരു തട്ടിക്കൂട്ട് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പള്ളിയിൽ പോകാൻ വേണ്ടി ഓട്ടോയൊക്കെയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് നടന്നു പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹേതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് കേട്ടോ ഓട്ടോ എന്ന് പറയുന്നത്. വണ്ടിക്ക് ആൾ ഭയങ്കര സൈലൻ്റാണ്. അപ്പോൾ നമ്മൾ താമരശ്ശേരി പള്ളിയിലായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ നമ്മൾ താമരശ്ശേരി പള്ളി എന്ന് പറയുന്നത്. ഭയങ്കര നല്ല വലിയൊരു പള്ളിയാണ് കേട്ടോ. ഒരുപാട് സ്പേസൊക്കെ ഉള്ളൊരു പള്ളിയാണ് കേട്ടോ. പള്ളി കഴിഞ്ഞിറങ്ങിയപ്പോഴായാലും നല്ല മഴയായിരുന്നു കേട്ടോ. നമുക്ക് പുറത്തേക്ക് ഓട്ടോ വിളിക്കാൻ പോകാൻ പോലും പറ്റാത്തത്ര മഴയായിരുന്നു. അപ്പോൾ ദഹേദനായാലും ഓടി കളിച്ച് നടക്കുവാണ് കേട്ടോ. എല്ലാവരും പോയി നല്ല സ്പേസും ഉണ്ട്. അപ്പോൾ അതിന് സന്തോഷമാണ് കേട്ടോ കാണുന്നത്. കാരണം വേറെ ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഓടി നടക്കുവാണ് ആശാൻ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പള്ളി കഴിഞ്ഞ് പോയിരുന്ന വഴിക്ക് നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നിട്ട് ദാമ ചിക്കൻ കറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സൺഡേ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ കറിയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സൺഡേ ആയിട്ട്. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്കത്തെ ഒരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മ വന്ന പാടെ തന്നെ വേഗം ചിക്കൻ കറി ആക്കാൻ നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം കഴുകി ഇതാക്കി പിന്നെ ഉള്ളികളൊക്കെ അരിഞ്ഞ് വേഗം വെച്ചോട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ചെറിയ ഉള്ളിയും എല്ലാവരും തന്നെ ചിക്കന് ചെറിയ ഉള്ളി ചേർക്കലുണ്ടാവില്ല കേട്ടോ. ഇവിടെ അമ്മ ചിക്കന് ചെറിയ ഉള്ളി ചേർക്കും കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളി ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് വെല്ലുള്ളിയാണ് കേട്ടോ. വെല്ലുള്ളി മാത്രമേ യൂസ് ചെയ്യുള്ളൂ, ചെറിയ ഉള്ളി ഉണ്ടാക്കാറില്ല. അപ്പോൾ അമ്മ ഇവിടെ ചെറിയ ഉള്ളി, വെല്ലുള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, തക്കാളി ഒക്കെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെറുകിളി മൂപ്പിച്ചിട്ട് അതിനകത്തേക്കാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഇടുന്നത്. അപ്പോൾ അത് നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം വെല്ലുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. അത് നല്ലോണം എണ്ണയ്ക്കകത്ത് കിടന്ന് മൂത്ത് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴാണ് കേട്ടോ മറ്റേ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ ചിക്കൻ മസാല ഇതൊക്കെ ഇട്ട് കൊടുത്ത് അത് നല്ലോണം മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലോണം മാറിയതിന് ശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. അതിന് തക്കാളി ഒന്ന് വാടി നല്ല അത് വെന്തൊന്ന് ഉടയും വരെ അത് അമ്മ ഇളക്കിക്കൊണ്ടിരിക്കും. അത് നല്ലോണം ഗ്രേവി ആയതിനു ശേഷമാണ് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത്. ചിക്കൻ ഓൾറെഡി മഞ്ഞൾപ്പൊടിയും മുളക് പൊടി ഉപ്പും കൂടെ തിരുമ്മി മാഗ്നേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ആ മസാലയ്ക്കകത്തേക്ക് ഇട്ട് ചിക്കൻ ആവിക്കകത്ത്
ചിക്കൻ്റെ ഓൾറെഡി ചിക്കനകത്ത് വെള്ളം ഒഴിക്കില്ല, ഓൾറെഡി ചിക്കനകത്ത് വെള്ളം ഉണ്ടാവും, തന്നെ ഇതൊന്ന് വെന്ത് വേവാൻ തുടങ്ങുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ ആവിക്കകത്ത് വേവിച്ച് ചിക്കൻ ആക്കും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് എരിവൊക്കെ നോക്കിയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിലിടും. തക്കാളി നമ്മൾ ചേർക്കുന്ന സമയത്ത് ഇതുപോലെ അരിഞ്ഞ് ചേർക്കണമെന്നില്ല കേട്ടോ. നമ്മൾ മിക്സിക്കകത്ത് നല്ലോണം അടിച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ കറിക്ക് നല്ല ഗ്രേവി ഒരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് തക്കാളിയും അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ചിക്കൻ്റെ കൂടെ അപ്പോൾ നമ്മൾ ഗീ റൈസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞില്ല ഓൾറെഡി ഗസ്റ്റ് വന്നത്, അപ്പോൾ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം വെന്തതാണ്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തലഞ്ചിന് സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ നെയ്ച്ചോറും ചിക്കൻ കറിയും സലാഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ.